കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. മാതൃഭൂമി ബുക്സ് സംഘടിപ്പിച്ച നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയായ ഇന്ദ്രധനുസിന്റെ പ്രകാശനം ഈ മാസം 25 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ നടന്നു. മലയാളത്തിന്റെ പ്രിയ നടൻ ഇന്ദ്രൻസിന്റെ ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കിയ ഈ ആത്മകഥയുടെ പ്രകാശന ചടങ്ങിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ M. മുകുന്ദൻ, MV ശ്രേയാംസ് കുമാർ, സുഭാഷ് ചന്ദ്രൻ, വർഷ വാസുദേവ് എന്നിവരും സന്നിഹിതരായിരുന്നു. തന്റെ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളും മറ്റനുഭവങ്ങളും വിവരിച്ചുകൊണ്ട് പുസ്തക പ്രകാശനത്തിന് ശേഷം നടൻ ഇന്ദ്രൻസ് നടത്തിയ മറുപടി പ്രസംഗം കേൾക്കാം ഇനാട് കഫേയിൽ. ക്യാമറയ്ക്ക് മുമ്പിൽ വലിയ താരങ്ങളോടൊപ്പം നിന്ന് അഭിനയിക്കുമ്പോൾ അന്നേരം ഒന്നും മുഖം മറിക്കാനോ ചാരി നിൽക്കാനോ ഒരു കഥാപാത്രം ഉണ്ടാവും. ഇപ്പം ഞാൻ പച്ചയ്ക്ക് ഒറ്റയ്ക്കാണ്. പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ മണ്ണിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു വികാരമാണ്. അത് എൻ്റെ വിറയിലിന് ആക്കും കൂട്ടിയിട്ടുണ്ടാവും. SK പൊറ്റക്കാടും ബഷീറും MB മുഹമ്മദും KT മുഹമ്മദും അങ്ങനെ വലിയ വലിയ മഹാരഥന്മാർ നടന്ന മണ്ണിൽ വെച്ചാണ് ഇന്ന് എൻ്റെ ഈ കൊച്ചു പുസ്തകം വലിയ എഴുത്തുകാർ കൈകൊണ്ട് പ്രകാശനം നിർവഹിക്കുന്നത്. അതിലെനിക്ക് വലിയ അഭിമാനമുണ്ട്. ചുമ്മാ നിൽക്കുന്ന പോലെയല്ല, ഈ മൈക്ക് ഇങ്ങനെ ചിരവ് പോലെ മുമ്പിൽ നിൽക്കുമ്പോൾ വയറ്റിൽ നിന്നെന്തോ ഉരുണ്ട് വരുമ്പോൾ തോന്നും. അതുകൊണ്ടാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാന സമയത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഡൽഹിയും മയ്യഴിയും ഒക്കെ കടന്ന് നമുക്ക് സ്വപ്നം കാണാൻ പഠിപ്പിച്ച, മരിച്ചവർ തുമ്പികളായി വരുന്ന വെള്ളിയാങ്കല്ല് ചെറുപ്രായത്തിൽ സ്വപ്നം കാണാൻ നമ്മളിലേക്ക് ഇട്ടു തന്ന വലിയ എഴുത്തുകാരൻ മുകുന്ദൻ സാറ്. പല പ്രാവശ്യം ഒന്ന് കാണണമെന്നോ അടുത്ത് ഒന്ന് തുടരണമെന്നൊക്കെ പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുള്ള ആളിന് തൊട്ടടുത്താണ് ഞാൻ ഇന്നിരുന്നത്. അതുപോലെ സുഭാഷ് ചന്ദ്രൻ സാറ് മനുഷ്യനൊരാമുഖം എന്ന പുസ്തകം വായിക്കുന്നതിന് മുമ്പേ അത്ഭുതപ്പെടുത്തിയത് അതിൻ്റെ കവറാണ്. ജനനവും മരണവും അനുഭവിപ്പിക്കുന്ന വല്ലാത്തൊരു കവറ്. ഒരുപാട് കാലം അത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ആ കവറ് എൻ്റെ ഒപ്പം തന്നെ സഞ്ചരിച്ചു കുറേ നാൾ. മനുഷ്യരൊരാമുഖം എന്ന ആ നോവല് മനുഷ്യരുടെ മുഴുവൻ ജീവിതവും വരികളിലും വരികൾക്കിടയിലൂടെയും ചേർത്ത് വച്ച് നമ്മുടെ മുന്നിലേക്ക് തന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ്. മുകുന്ദൻ സാറ് കാണിച്ചു തന്ന വെള്ളിയാങ്കല്ല് മറ്റൊരു തരത്തിൽ സമുദ്രശിലയായി വായിച്ചതും അത്ഭുതത്തോടെയാണ്. പിന്നെ ചിന്ന ചിന്ന ആശ എന്ന ഒരു സിനിമയിൽ വീണ്ടും ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒന്ന് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും ഒക്കെ വീണ്ടും നിങ്ങളുടെ ഇടയിലേക്ക് എന്നെ ഒരു കഥാപാത്രത്തിലോ ഇട്ടു തന്ന പ്രിയപ്പെട്ട സംവിധായിക വർഷ വാസുദേവ്. കാലം എന്നെ അനുവദിച്ച ഈ മഹത്തായ മുഹൂർത്തത്തിൽ, ഈ മഴക്കാലത്ത് എത്രയോ ദൂരെ നിന്നും ഞങ്ങളെ കാണാനും ഈ പുസ്തകത്തെക്കുറിച്ച് അറിയാനും ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തരും എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇരുന്ന് സുഭാഷ് ചന്ദ്ര സാറൊക്കെ പ്രസംഗിക്കുമ്പോൾ സ്വയം എന്നെ നുള്ളി നഖം ചുരണ്ടി ഇത് സ്വപ്നമല്ല എന്ന് ഞാൻ എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒന്ന് കാതോർത്താൽ കണ്ണടച്ചിരുന്നാൽ പുറകിലേക്ക് എനിക്കെൻ്റെ കുട്ടിക്കാലത്തെത്താം. കുമാരൊരുത്തെ ചെറിയ ഇടവഴികളിലൂടെ, ചെമ്മൺ വഴികളിലൂടെയൊക്കെ പാകമല്ലാത്തൊരു നിക്കറിനകത്ത് തീരെ പാകമല്ലാത്തൊരു ശരീരവും കയറ്റി സൈക്കിൾ ടയർ ഓടിച്ച് പോകുന്ന സുരേന്ദ്രനെ എനിക്ക് തൊടാം. സത്യത്തിൽ ഇത് ഞാൻ എഴുതിയ ജീവിതമല്ല. ഇന്ന് എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. ജീവിതം എന്നെ എഴുതിയതാണ്. തയ്യൽക്കാരൻ്റെ കത്രികയുടെ തിളക്കത്തിൽ നിന്ന് സിനിമയുടെ വെളിച്ചത്തിലേക്ക് എത്താൻ ഉള്ള വഴി അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. ആ വഴികളിൽ വിശപ്പുണ്ടായിരുന്നു, വിയർപ്പുണ്ടായിരുന്നു, അവഗണനയുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ കാണും കുറേ നല്ല മനുഷ്യരുടെ സ്നേഹമുണ്ടായിരുന്നു. ഒരിക്കൽ പത്മരാജൻ എന്ന ഒരു സിനിമയിലെയും എഴുത്തിലെയും ഗന്ധർവനെ കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ എന്നെ സിനിമയിലെ വസ്ത്രാലങ്കാരകനാക്കി. കഥാപാത്രങ്ങളുടെ മനസ്സിൽ അവരുടെ അവസ്ഥകൾക്കോ ചിന്തകൾക്കോ ഒക്കെ നിറങ്ങളുണ്ടെന്ന് പറഞ്ഞു തന്നു. പ്രണയത്തിനും മരണത്തിനും വേദനകൾക്കുമുള്ള നിറങ്ങളിൽ എന്നെ കൊണ്ട് ഉടുപ്പുകൾ തയ്പ്പിച്ചു. ആ തിരിച്ചറിവ് എന്നെ കൂടുതൽ ശ്രദ്ധയാലുവാക്കി. ഞാൻ പിന്നെ ചെയ്യുന്ന കഥാപാത്രങ്ങളെ കൂടുതൽ
ശ്രദ്ധിക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കി. അങ്ങനെയാണ് പിന്നെ സാറ് പറഞ്ഞ പോലെ കുടക്കമ്പി, നീർക്കോലി, നത്തലി, ചുണ്ടലി, കൊക്ക്, കുളക്കോഴി, അങ്ങനെ കുറേ പേരുകളിൽ എനിക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി. ഒരുപാട് കാലം ഞാൻ അങ്ങനെ ജീവിച്ചു നിങ്ങൾക്കിടയിൽ. അതെന്നെ പുഷ്ടിപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതൊക്കെ എൻ്റെ ചെല്ലപ്പേരുകളാണ് എന്ന് ഞാൻ കരുതുന്നു. ഒട്ടും അന്ന് വിഷമം തോന്നിയില്ല. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ പരിമിതികളെ സാധ്യതകളാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രദ്ധയായിരുന്നു എനിക്ക്. പിന്നെ നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി. കഥാപാത്രങ്ങളുടെ ആവുന്നത്ര നന്നാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. കഥാപാത്രം മാറാൻ ഏതറ്റം വരെയും പോകാനുള്ള മാനസികാവസ്ഥ എനിക്ക് തന്നത് ഇവിടുത്തെ എഴുത്തുകാരാണ്, അവരുടെ പുസ്തകങ്ങളാണ്, എൻ്റെ വായനയുമാണെന്ന് എനിക്ക് തറപ്പിച്ച് പറയാൻ പറ്റും. എൻ്റെ ഗ്രാമത്തിലെ വായനശാലയിൽ അവിടുത്തെ പുസ്തകത്തട്ടിൽ പല ഭാഷയിലുള്ള പുസ്തകങ്ങളും തൊട്ട് പുസ്തകങ്ങളുടെ മണം എനിക്കിപ്പോഴും അനുഭവിക്കാൻ പറ്റും. ആ കൂട്ടത്തിൽ മാസ്കിൻ ഗോർക്കിയുടെയും ദൊസ്തോയെവ്സ്കിയുടെയും പുസ്തകങ്ങൾ എനിക്ക് പിടിതരാത്ത ഭാഷയിലിരുന്ന് എന്നെ കണ്ണുരുട്ടി കാണിക്കുകയും എന്നെ പേടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പുസ്തകങ്ങളെയൊക്കെ എൻ്റെ ശോഷിച്ച കൈകൊണ്ട് ആ തടിച്ച പുസ്തകങ്ങളെ ഉമ്മ വെച്ച് മണത്ത് തൊട്ട് തലോടി ഞാൻ എൻ്റെ ഇഷ്ടക്കാരനായി. ഞാൻ അവരെ അങ്ങനെയാണ് പക്ഷത്തേക്ക് കൊണ്ടുവന്നത്. പിൽക്കാലത്ത് ആ പുസ്തകങ്ങളെയൊക്കെ വെച്ച് പ്രിയപ്പെട്ട സാംബശിവൻ സാറ് അമ്പലപ്പറമ്പിലും പാർട്ടി വേദികളിലൊക്കെ കഥാപ്രസംഗങ്ങളിലൂടെ ആ കഥകൾ അത്രയും നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ എല്ലാ പുസ്തകങ്ങളും ആവർത്തിച്ച് വായിച്ചു. ഇഷ്ടമുള്ള എഴുത്തുകാരെ അടുത്ത് നോക്കി കണ്ടു. ഞാനൊരു നല്ല കഥാപാത്രത്തെ കിട്ടുമ്പോൾ കൂട്ടുപിടിക്കുന്നത് ഈ വായിച്ച പുസ്തകങ്ങളിലെ ചില കഥാപാത്രത്തെയാണ്. ഞാൻ ആ കഥാപാത്രങ്ങളുടെ തോളിക്കൈയിട്ട് നടന്നു. അത് സൃഷ്ടിച്ച എഴുത്തുകാരൻ പോലും അറിയാതെ, അത് വായിച്ച വായനക്കാരനായ നിങ്ങൾ പോലും അറിയാതെ ആ കഥാപാത്രത്തിൻ്റെ കുപ്പായം എൻ്റെ അളവിലേക്ക് മാറ്റി അത് ഞാൻ എടുത്തണിഞ്ഞു. അങ്ങനെ ചില കഥാപാത്രങ്ങൾ നന്നായിരുന്നു എന്ന് നിങ്ങളൊക്കെ കൈയടിക്കുകയും ചെയ്തു. അതൊക്കെ ആ പുസ്തകങ്ങളിൽ നിന്ന് എനിക്ക് തന്ന കരുത്തും ശക്തിയുമാണ്. ഈ പുസ്തകത്തിന് ഇന്ന് ഇന്ദ്രധനുസ് എന്ന് പേര് വിളിച്ച പ്രിയപ്പെട്ട സുഭാഷ് ചന്ദ്രൻ സാറാണ്. സാറ് പറഞ്ഞു അതിന് മഴവില്ലെന്ന് അർത്ഥമുണ്ടെന്ന്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മഴ കൊണ്ടിട്ടുണ്ട്, മഴയത്ത് നിന്നിട്ടുണ്ട്. ആ മഴകൾക്ക് ശേഷമാണെന്ന് നിങ്ങളീ കാണുന്ന ചെറിയ നിറങ്ങളുണ്ടായത്. മഴയും വെയിലുമൊക്കെ ചേർന്നാണല്ലോ മഴവില്ല്. ഈ യാത്രയിൽ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. എന്നെ വിശ്വസിച്ച സംവിധായകർ, ഒപ്പം അഭിനയിച്ച കലാകാരന്മാർ, പ്രോത്സാഹിപ്പിച്ച സാങ്കേതിക വിദഗ്ധർ, മാധ്യമങ്ങൾ, എല്ലാത്തിനുപരി ഒരിക്കലും താഴ്ന്നു പോവാതെ എന്നെ കൈപിടിച്ച് നിലനിർത്തിയ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾ ഓരോരുത്തരും ഉണ്ട്. ആ പുസ്തകത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും വിരലടയാളമുണ്ട്. പലരും ചോദിക്കാറുണ്ട് അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടും ഇന്ദ്രൻസ് എന്താണ് മാറാത്തതെന്ന്. ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന്. അതിനുള്ളൊരു ഉത്തരം കൂടെയാണ് ഈ പുസ്തകം. വലിയ താരങ്ങളെ കണ്ടാണ് സിനിമ മോഹിച്ചത് അഭിനയിക്കണമെന്ന്. നസീർ സാറും തൊട്ടടുത്തുള്ള മധു സാറും ഒക്കെ കാറിൽ പോകുമ്പോൾ കാറിൻ്റെ പുറകെ ഓടും അവരെ ഒന്ന് കാണാനാണ്. അങ്ങനെ മോഹിച്ചാണ് സിനിമയിൽ വന്നത്. എന്നിട്ട് ഒരുപാട് താരങ്ങളെ കണ്ടപ്പോൾ പിന്നെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് താരമല്ല നടനാണ് ആകേണ്ടതെന്ന്. വലിയ താരങ്ങളെ കണ്ട് സിനിമ മോഹിച്ചങ്ങനെ താരമായി പോയാൽ ഒരുപാട് വിഷമിച്ചേനെ ഞാൻ. താരങ്ങളെ തൊടാൻ പറ്റില്ല, എനിക്ക് നിങ്ങളെ തൊടണം, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഇടയിലൂടെ നടക്കണം. ഉത്സവപ്പറമ്പിലും ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലും ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിന് പുറകിലും ഒക്കെ ഒരു മാസ്കും തൊപ്പിയൊക്കെ വെച്ച് എനിക്ക് സഞ്ചരിക്കണം. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇന്ദ്രൻസായി തന്നെ നിൽക്കണം. എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ തയ്യൽ മിഷൻ്റെയോ അച്ഛൻ്റെ അറക്കവാളിൻ്റെയോ ഒക്കെ ശബ്ദം കിടപ്പുണ്ട്. അതെൻ്റെ ഉള്ളിലുള്ളിടത്തോളം ആ താളം അതെൻ്റെ ശ്വാസമാണ്. പിന്നെ ജീവിതം പഠിപ്പിച്ച വലിയൊരു കാര്യമാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അവാർഡുകളല്ല, നിങ്ങളൊക്കെ തരുന്ന സ്നേഹമാണ്. അവാർഡുകളൊക്കെ അലമാരയിൽ വെച്ച് പൂട്ടണം. നല്ല മനുഷ്യരുടെ സ്നേഹം എപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ താമസിക്കും. അതൊന്നും നമ്മളോടൊപ്പം ഉണ്ടാകും എന്നാണ്. ഈ ആത്മകഥ വായിക്കുന്നവർക്ക് എൻ്റെ വിജയങ്ങൾ മാത്രമല്ല, വീഴ്ചകളും കാണാം. വീഴാതെ നടക്കുന്ന ഒരു ജീവിതവും സത്യസന്ധമല്ലെന്ന് തോന്നിയിട്ടുണ്ട്. വീണെടുത്ത് നിന്നും വീണ്ടും എഴുന്നേറ്റ ഓരോ മനുഷ്യരും മറ്റൊരാൾക്ക് പ്രതീക്ഷയാകുന്നു. ഈ പുസ്തകം അങ്ങനെ ഒരു പ്രതീക്ഷയായി മാറിയാൽ അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുരസ്കാരമെന്ന് കരുതുന്നു. ഈ നിമിഷത്തിൽ എൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. എന്നെ ഒരിക്കലും ഒറ്റപ്പെടുത്താതെ കൈപിടിച്ച് നിർത്തിയ എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇന്ദ്രധനുസ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ച് വന്നപ്പോൾ
ഓരോ ലക്കത്തിലും ചിത്രങ്ങൾ വരച്ചു തന്ന മദനൻ സാറ്, വാരികയിലെ സുബിൻ, കത്തുകൾ എഴുതി പ്രതികരിച്ച കൂട്ടുകാർ, ആദ്യം വായിച്ച അഭിപ്രായം പറഞ്ഞ പ്രിയപ്പെട്ട ഭാര്യ ശാന്ത, മക്കൾ, മരുമക്കൾ, സഹോദരങ്ങൾ, എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. എന്നെ കേട്ടും തിരുത്തിയും പ്രോത്സാഹിപ്പിച്ചും കൂടെ നിന്ന ഷംസുദ്ദീൻ കുട്ടോത്ത്, ഷിബു ഗംഗാധരൻ, മാതൃഭൂമിയിലെ മാനേജർ പ്രിയപ്പെട്ട നൌഷാദ് സാർ, പ്രസ്സിലെ ജീവനക്കാർ, അക്ഷരത്തെറ്റ് തിരുത്തിയവർ, പുസ്തകം കടയിലിരുന്ന് സ്നേഹത്തോടെ വായനക്കാരിലേക്ക് പുസ്തകം എത്തിക്കുന്നവർ, എല്ലാവർക്കും എൻ്റെ സ്നേഹം. ഒരു കാര്യം കൂടി, നമ്മൾ ജീവിതത്തിൽ പല നിറങ്ങൾ കാണും. സന്തോഷത്തിൻ്റെ നിറം, സ്നേഹത്തിൻ്റെ നിറം, ദുഃഖത്തിൻ്റെ നിറം, വിജയത്തിൻ്റെ നിറം, പരാജയത്തിൻ്റെ നിറം. ആ നിറങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ഇന്ദ്രധനുസ്സാവുന്നത്. എൻ്റെ ജീവിതത്തിലെ ആ 7 നിറങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഈ പുസ്തകത്തിൽ. ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തലകുനിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു. നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയായ ഇന്ദ്രധനുസിന്റെ പ്രകാശനത്തിന് ശേഷം അദ്ദേഹം നടത്തിയ മറുപടി പ്രസംഗമാണ് ഈ നാട് കഫേയിൽ കേട്ടത്. ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.